ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്നൊക്കെ മഴക്ക് കുറച്ച് കുറവുണ്ടില്ലേ? അപ്പം ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചായക്ക് കടി ഞാൻ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് മീൻ കറി ഇന്നലെ രാത്രി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പത്തിരിക്ക് മീൻ കറിയാണ് കേട്ടോ ഇഷ്ടം. ചിക്കനും ബീഫൊന്നും ഉണ്ടാക്കി അങ്ങനെ കഴിക്കൂല. അപ്പം ഞാൻ മോനിക്ക് പോകാൻ നേരം വൈകിട്ട് ഓനിക്ക് കുറച്ച് പത്തിരി ചുട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓനിക്ക് ചായ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളത് ഉണ്ടാക്കിയത്. മീൻ കറി നല്ല അടിപൊളിയാണ് കേട്ടോ. തലേന്ന് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ ഇങ്ങനെ പത്തിരിക്കൊക്കെ മീൻ കറി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പത്തിരിയും കൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഓനിക്ക് ചായ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ രാവിലെ ഓനിക്ക് ചോറൊക്കെ കൊണ്ടുപോകണം. അതുകൊണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ എല്ലാത്തിനും നിൽക്കുമ്പോൾ നമുക്ക് പത്തിരിയൊക്കെ ആകുമ്പോൾ കുറച്ച് റിസ്ക്കാണല്ലോ. അപ്പം ഞാൻ ഓനിക്ക് കഴിക്കാനുള്ളത് മാത്രം ചുട്ടുകൊടുത്തതാണ് കേട്ടോ. ബാക്കിയുള്ളത് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇപ്പോൾ സമയം നേരെ 7:15 കേട്ടോ. അപ്പോഴേക്കും ഓന് 7:30 ആകുമ്പോഴത്തേനും ഇറങ്ങും. അപ്പോൾ ഞാൻ 7:15 തന്നെ ഓന് 7:15 എന്ന് കണ്ടേക്ക് ഞാൻ വേഗം ഓനിക്കുള്ളത് ചുട്ടു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാതും അങ്ങനെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഓനിക്കുള്ളത് ഉണ്ടാക്കി കൊടുത്തത്. ഇനി ഇതിൽ നിന്ന് എല്ലാ ഉരുളകളും എടുത്തിട്ട് ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് പിന്നെ ഞാൻ പലമിട്ടിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ പത്തിരി ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ നാടൻ പത്തിരി അങ്ങനെയാണല്ലോ ആദ്യമൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ പ്രസ്സും അങ്ങനെ പത്തിരി ഒന്നാമത് അമർത്തുന്നത് ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ അമർത്തിയിട്ട് പത്തിരി പൊടിയിലിട്ട് ഇങ്ങനെ തട്ടിക്കൊട്ടുന്നത് ഇഷ്ടമില്ല. ഞാനിങ്ങനെ ചെറിയ വട്ടം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക പത്തിരി ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാനിതാ ഓരോ പത്തിരിയായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാതും പരത്തി എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. പിന്നെ ചോറിന് ഇന്ന് ഞാൻ ഈ ടൈമിന് ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറിന് വെള്ളം വെച്ചിട്ടില്ല. കാരണം ഇന്ന് തേങ്ങാച്ചോറ് വെക്കാറുണ്ട്. ഇപ്പോൾ ബീഫൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ അല്ലേ. അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് അതിന് ഇറങ്ങിത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ചട്ടിയൊക്കെ വെച്ച് പത്തിരിയൊക്കെ ചുട്ടെടുക്കണുണ്ട് കേട്ടോ. ഈ ചട്ടി ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്ത് കഴിയും കേട്ടോ. ഒറ്റ പത്തിരി പോലും കരിഞ്ഞു പോവില്ല. നല്ല സുഖമാണ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ ഇങ്ങനെ ഇട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇമ്മ വന്നിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അവൻ ചായ കുടിച്ചതും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി വെച്ച് പിന്നെ ഞങ്ങൾ പത്തിരിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഉച്ചക്കത്തിനുള്ള പരിപാടിക്ക് ഒരുങ്ങിയത് കേട്ടോ. അപ്പോൾ ബീഫ് ഇപ്പോൾ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ മുറിച്ച് കഴുകിയെടുത്ത് പിന്നെ അത് അടുപ്പിലൊക്കെ തീ കൂട്ടി അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. മങ്കുടുക്കയിൽ ബീഫ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ വെച്ചതാണ് കേട്ടോ. പിന്നെ അതാ തേങ്ങാച്ചോറ് വെക്കാനുള്ള ഉള്ളിയൊക്കെ ഇവിടമ്മ തൊലിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മസാലപ്പൊടികളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറുകപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബീഫ് ഒരു ഹാഫ് വേവ് ആയതിൻ്റെ ശേഷം പകുതിയോളം വേവ് ആയതിൻ്റെ ശേഷമാണ് കേട്ടോ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ കൂടെ ആകെ വെന്തിട്ട് ആകെ അങ്ങോട്ട് കറി ഒരുമാതിരിയൊക്കെ കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് വേവായതിൻ്റെ ശേഷമാണ് കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കൽ. പിന്നെ അതാ തേങ്ങാച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അരി കഴുകിയിട്ടില്ല. അരി ഉലുവയും കൂടെ ഒന്നിച്ച് ഇളക്കിയിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ പാത്രത്തിലെടുത്ത് കൊടുന്നതാണ് കേട്ടോ. ഇനി ഇത് വലിയൊരു ചെമ്പട്ടിക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി കൊണ്ടുവരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അരി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെമ്പട്ടിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഉലുവ വേറെ ഒന്ന് കഴുകാനും വെള്ളത്തിലിട്ട് വെക്കാനൊന്നും നിൽക്കണ്ട. ഞാനിങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇതാ കഴുകി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റേഷൻ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങാച്ചോറ് വെക്കുമ്പോൾ റേഷൻ അരി കൊണ്ട് തേങ്ങാച്ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമ്മൾ വേവുള്ള അരിയൊക്കെ വെക്കാമെന്ന് വെച്ചാൽ ഇത് വേറിട്ടിങ്ങനെ നിൽക്കും. ഇങ്ങനെ ആകുമ്പോൾ നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ഒട്ടിയിട്ട് നിൽക്കും കേട്ടോ. അതാണ് തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാൻ ഈ കഴുകി വെച്ച അരിക്ക് തേങ്ങയും ഉള്ളിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏത് കുടുക്കയിലാണോ വെക്കണത് ആ കുടുക്കയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുക. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളെ വിരലിൻ്റെ കണക്കിനാണ് കേട്ടോ വെള്ളം വെക്കുക. പിന്നെ വേവില്ലാത്ത റേഷൻ അരി ആകുമ്പോൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി. വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കൈപ്പത്തിൻ്റെ ഫുള്ളായിട്ട് വെള്ളം വെക്കണം കേട്ടോ. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന് വെള്ളത്തിൻ്റെ അളവ് നോക്കൽ കേട്ടോ. വിരൽ അരിയുടെ മേലെ
നമ്മൾ കൈ ഇങ്ങനെ തൊടുമ്പോൾ അരിൻ്റെ അടിയിലേക്ക് കുടുക്കൻ്റെ അടിയിൽ കൊണ്ടുപോയി തൊടാൻ പറ്റില്ല കേട്ടോ. അരിയുടെ മേലെ തൊടുമ്പോൾ നമ്മൾ ഈ വിരൽ മൂടിയിട്ടുള്ള വെള്ളമാണ് വേണ്ടത്. പിന്നെ വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈപ്പത്തിയോളം വെള്ളം വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇറച്ചിക്കറിയൊക്കെ അവിടുന്ന് വാങ്ങി നടുവിൽ അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ പിന്നെ ചോറ് വെച്ചിക്കാണ് കേട്ടോ. എന്നാൽ പിന്നെ ചോറ് വെന്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഇറച്ചി അയിമ ഇരുന്നിട്ട് അങ്ങനെ വെന്ത് അതങ്ങനെ വറ്റി വന്നോളും വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിതാ ചോറൊക്കെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ട് നേരെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയിക്കാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി ഹാളിൽ ഇങ്ങനെ അടിച്ചു വരുമ്പോഴാണ് പുറത്തുനിന്ന് ആരോ ബെല്ലടിക്കണ സൗണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചൂലൊക്കെ അവിടെ ഇട്ടിട്ടൊന്ന് പുറത്ത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ കച്ചവടക്കാർ വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവർ ഗേറ്റ് തുറന്നു വേണ്ട പറഞ്ഞു. പിന്നെ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടോ നോക്ക്. കോഴികളെ അല്ലാതെ നായ്ക്കളൊക്കെ വന്നിട്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. കോഴികളൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം ഗേറ്റ് തുറന്നിക്കണോ നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ പുറത്തൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പുറത്ത് പോയി നോക്കുമ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് വരാൻ നിന്നപ്പോൾ ഒന്ന് ചോറൊന്ന് പോയി നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പാകത്തിനുള്ള വേവായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം അതിന് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ വെള്ളം. അപ്പോൾ ആ വെള്ളം ഒന്നിച്ച് അങ്ങനെ നമ്മൾ ഈ തേങ്ങാച്ചോറിൽ വെള്ളം വെച്ച് അടുപ്പിൽ വെക്കുമ്പോൾ തീ നല്ലതുപോലെ കത്തി വരണം കേട്ടോ. തീ കത്താതെ നിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിലിങ്ങനെ വറ്റാണ്ട് ഇങ്ങനെ ഇതായി നിൽക്കും. പിന്നെ ഞാൻ ചോറ് വാങ്ങി മറ്റേ അടുപ്പിൽ വെച്ചിട്ട് പിന്നെ ഇറച്ചിക്കറി തന്നെ അങ്ങോട്ട് വെച്ചിട്ടോ. പിന്നെ ഞാൻ തുടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. തുടക്കലൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉപ്പാക്കുള്ള ഭക്ഷണം വിളമ്പി വെച്ചിട്ട് പിന്നെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ ചോറുന്ന വായോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയി. അപ്പോൾ ഇപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പോൾ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ഇരുന്നിട്ട്. അപ്പം ഞാൻ ഉപ്പാനോട് കഴിച്ച് നോക്കി എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ നോക്കി പറഞ്ഞ് കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇപ്പം തേങ്ങാച്ചോറ് വേണ്ടക്ക് സാധാ ചോറ് മതി എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വെന്തുക്കണു, നിങ്ങൾ കഴിച്ചോളി എന്ന് പറയണം കേട്ടോ ഉപ്പാനോട്. അപ്പോൾ ഉപ്പ അതന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളാണിത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.